ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മുടെ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകാന്നുള്ളത്. നമ്മൾ എത്ര പുതിയ മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്താണ് ബാറ്ററി നല്ലപോലെ കുറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു 5 കാരണങ്ങളും അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാറ്ററിയുടെ ഉപയോഗം മാക്സിമം, അതായത് ഒരു ദിവസം 2 ദിവസത്തേക്ക് നമുക്ക് കൂട്ടുന്ന രീതിയിൽ എന്തൊക്കെ സെറ്റിംഗ്സുകൾ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം, അതായത് ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം. അത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിംഗ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാറ്ററി പെട്ടെന്ന് കുറഞ്ഞു പോകുക എന്നുള്ളൊരു ഓപ്ഷന് നമുക്ക് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കൂടുതൽ ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അധികം നേരം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആപ്പുകൾ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ആപ്പ് മാനേജ്മെൻറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഞാനതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. നിങ്ങളും ഇതുപോലെ ഏതൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ബാറ്ററി യൂസേജ് കാണിക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടില്ലേ എലോ ബാറ്ററി ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി. ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഓൺ ആണ്. ആ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും ഈ പറഞ്ഞിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺയൂസ്ഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ്. ഇപ്പം നമ്മൾ ആപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് വെറുതെ ബാറ്ററിയുടെ ചാർജ് അത് യൂസ് ചെയ്തെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ ചെയ്യേണ്ടത്, നമ്മൾ സെർച്ച് ബട്ടണിൽ ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യേണ്ട വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ സ്കാൻ എന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് വൈഫൈ എന്ന് കൊടുക്കുമ്പോഴേക്ക് തന്നെ വരും. ഇവിടെ നമുക്ക് വൈഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വൈഫൈ സ്കാനിങ്ങിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഈ വൈഫൈ സ്കാനിങ്ങിൽ ഇവിടെ വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഓണായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈഫൈ ഉപയോഗിക്കാത്ത സമയത്തും ബ്ലൂടൂത്ത് ഉപയോഗിക്കാത്ത സമയത്തും അതങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈഫൈക്ക് വേണ്ടിയിട്ടും ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ അത്രയും ബാറ്ററി, ഏറ്റവും കൂടുതൽ ബാറ്ററി ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കുന്നത് നല്ലതാണ്. വളരെയധികം ബാറ്ററി നമുക്ക് ഇതുവഴി ലാഭിക്കാൻ പറ്റും. അതായത് വൈഫൈ സ്കാനിങ്ങിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ ഇത് രണ്ടും ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഓപ്ഷൻ, നമുക്ക് സെർച്ച് ഓപ്ഷനിൽ തന്നെ സെറ്റിങ്സിൽ സെർച്ച് ഓപ്ഷൻ എടുക്കുക. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈബ്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. വൈബ്രേഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് കാണാം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഇവിടെ വന്നിരിക്കുന്ന കണ്ടില്ലേ, ഈ വൈബ്രേഷൻസ് ഒക്കെ നമ്മളൊന്ന് ഒഴിവാക്കി വെച്ചേക്കുക. കാരണം വൈബ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബാറ്ററി വളരെയധികം ലാഭിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതായത് വൈബ്രേഷന് വേണ്ടിയിട്ടും ബാറ്ററി നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ബാറ്ററി ഏറ്റവും കൂടുതലും ഈ വൈബ്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അനാവശ്യമായിട്ടുള്ള വൈബ്രേഷൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അടുത്ത സെറ്റിങ്സ് പറയുന്നത് നമുക്കിവിടെ സ്ക്രീൻ, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് സ്ക്രീൻ റിഫ്രഷ് കൊടുക്കുക. അതായത് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് സ്ക്രീൻ റിഫ്രഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഞാനത് സ്റ്റാൻഡേർഡിലേക്കാണ് മാറ്റി വെച്ചത്. പലരുടെയും ഫോണിൽ ഹൈയിലാണ് ഉണ്ടാവുക. ഇത് വളരെയധികം ബാറ്ററി നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഇത് 90 ഹെർട്സിലാണ്, ഹൈയിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് 60 ഹെർട്സിൻ്റെ ധാരാളമാണ് റിഫ്രഷ് റേറ്റ്. പെട്ടെന്ന് തന്നെ റിഫ്രഷ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് 60 മതിയാവും. അതായത് സ്റ്റാൻഡേർഡ് മതിയാവും. കൂടുതൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഹൈയിലേക്ക് വെക്കുന്ന സമയത്ത് ബാറ്ററി നല്ലപോലെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സെറ്റിങ്സും നിങ്ങൾ ഒന്ന് ഫോണിലൊന്ന് ചെയ്ത് വെക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കണ്ടില്ലേ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് ഇവിടെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സ് തന്നെ നമുക്കത് കാണാം. ഇവിടെ കണ്ടില്ലേ, ആ ഡാർക്ക് മോഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം താഴെ ഈ ബ്രൈറ്റ്നസ് മാക്സിമം ഒന്ന് കുറച്ച് കൊടുക്കുക. അത് ഓട്ടോ ബ്രൈറ്റ്നസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ മാനുവലി തന്നെ കൊടുക്കുന്നതാണെന്നല്ല. ചിലപ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ ബാറ്ററി വല്ലാതെയധികം ഡ്രെയിൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ